നമസ്കാരം. പ്രധാന വാർത്തകൾ. അയ്യപ്പ സംഗമത്തിന് ബദലായി പന്തളത്ത് വിശ്വാസ സംഗമം. അയ്യപ്പ സംഗമത്തിന് ബദലായി പന്തളത്ത് വിശ്വാസ സംഗമം സംഘടിപ്പിക്കും. ശബരിമല കർമ്മസമിതിയും ഹിന്ദു ഐക്യവേദിയും പന്തളം കൊട്ടാരവും സംയുക്തമായാണ് വിശ്വാസ സംഗമം നടത്തുന്നത്. ഈ മാസം 22-നാണ് വിശ്വാസ സംഗമം സംഘടിപ്പിക്കുക. പൗരത്വ ഭേദഗതി നിയമത്തിൽ വൻ ഇളവുമായി കേന്ദ്രം. മുസ്ലിം അല്ലാത്തവർക്ക് അർഹത. പൗരത്വ ഭേദഗതി നിയമത്തിൽ വലിയ ഇളവുമായി കേന്ദ്ര സർക്കാർ. പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള കട്ട് ഓഫ് തീയതി 2014 നിന്ന് 2024 മാറ്റി ഉത്തരവിറക്കി. 2024 ഡിസംബർ 31 വരെ അയൽ രാജ്യങ്ങളിൽ നിന്ന് വന്ന മുസ്ലിം ഇതര വിഭാഗങ്ങൾക്ക് പൗരത്വത്തിന് അപേക്ഷിക്കാം. 2014 ഡിസംബർ 31 മുമ്പ് വന്നവർക്കായിരുന്നു നേരത്തെ പൗരത്വം നൽകാൻ നിശ്ചയിച്ച സമയപരിധി. 10 വർഷത്തെ കൂടി ഇളവ് നൽകിയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിറക്കിയത്. പശ്ചിമ ബംഗാളിലും ബീഹാറിലും തെരഞ്ഞെടുപ്പ് നടക്കവെയാണ് നിർണായക നടപടി. ആഗോള അയ്യപ്പ സംഗമം രാഷ്ട്രീയ കാപട്യമെന്ന് വി.ഡി. സതീശൻ. ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി പറഞ്ഞ ശേഷം ക്ഷണിച്ചാൽ UDF നിലപാട് വ്യക്തമാക്കും. ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ശബരിമലയുടെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പിനാണ് സർക്കാർ ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആരോപിച്ചു. ആഗോള അയ്യപ്പ സംഗമം UDF ബഹിഷ്കരിക്കില്ലെന്നും ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി നൽകിയ ശേഷം ക്ഷണിച്ചാൽ അപ്പോൾ നിലപാട് പറയുമെന്നും വി.ഡി. സതീശൻ വ്യക്തമാക്കി. ഡൽഹിയിൽ ആലപ്പുഴ സ്വദേശിയായ നഴ്സ് കുഴഞ്ഞു വീണ് മരിച്ചു. ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോഴായിരുന്നു സംഭവം. തണ്ണീർമുക്കം പഞ്ചായത്ത് 8-ാം വാർഡ് വെളിയമ്പ്ര കല്യാണിച്ചിറ വീട്ടിൽ വി വിഷ്ണുവാണ് മരിച്ചത്. 32 വയസ്സായിരുന്നു. ഡൽഹി മാക്സ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ ജോലി കഴിഞ്ഞ് ഓട്ടോറിക്ഷയിൽ താമസ സ്ഥലത്തേക്ക് പോവുകയായിരുന്നു വിഷ്ണു. ഓട്ടോ ഡ്രൈവർ ഉടൻ വിഷ്ണുവിനെ ഡോക്ടർ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വഴിമധ്യേ മരിച്ചു. വിജയൻ രത്നവല്ലി ദമ്പതികളുടെ മകനായ വിഷ്ണു അവിവാഹിതനാണ്. റോബിൻ ബസിന് വീണ്ടും പൂട്ട്. കസ്റ്റഡിയിലെടുത്ത തമിഴ്നാട് RTO. നിയമലംഘനത്തിന്റെ പേരിൽ നിരവധി തവണ നിയമ നടപടി നേരിട്ട് ശ്രദ്ധിക്കപ്പെട്ട റോബിൻ ബസ് വീണ്ടും കസ്റ്റഡിയിലെടുത്ത് തമിഴ്നാട് RTO. റോഡ് ടാക്സ് അടക്കണമെന്നാവശ്യപ്പെട്ടാണ് ബസ് കസ്റ്റഡിയിലെടുത്തത്. പത്തനംതിട്ടയിൽ നിന്ന് കോയമ്പത്തൂരിലെത്തിയപ്പോഴാണ് ബസ് കസ്റ്റഡിയിലെടുത്തത്. എന്നാൽ ഓൾ ഇന്ത്യ പെർമിറ്റ് ഉണ്ടെന്നും കോടതിയെ സമീപിക്കുമെന്നും ബസ് ഉടമയായ ഗിരീഷ് പറഞ്ഞു. തറയിൽ കിടന്നിട്ടും തിരിഞ്ഞു നോക്കിയില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മതിയായ ചികിത്സ കിട്ടാതെ രോഗി മരിച്ചു. കണ്ണൂർ സ്വദേശി ശ്രീഹരിയാണ് മരിച്ചത്. ജോലി സ്ഥലത്ത് കുഴഞ്ഞു വീണതിനെ തുടർന്നാണ് കഴിഞ്ഞ മാസം 19-ന് ശ്രീഹരിയെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. ഇന്നാണ് മരണം സംഭവിച്ചത്. രോഗി തറയിൽ കിടന്നിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നും സഹപ്രവർത്തകർ ആരോപിച്ചു. അതേസമയം കൂട്ടിരിപ്പുകാർ ഇല്ലാത്ത ഗണത്തിൽപ്പെടുത്തി എല്ലാ ചികിത്സയും നൽകിയെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് വിശദീകരിച്ചു. വീണ്ടും സ്ഫോടക വസ്തു ശേഖരം പിടികൂടി. 3 പേർ കസ്റ്റഡിയിൽ. നിർണായക വഴിത്തിരിവ്. RSS നിയന്ത്രണത്തിലുള്ള പാലക്കാട് വടക്കത്തറയിലുള്ള വ്യാസവിദ്യാപീഠം സ്കൂൾ വളപ്പിൽ നിന്ന് ഉഗ്ര സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ കേസിൽ നിർണായക വഴിത്തിരിവ്. കല്ലേക്കാട് പൊടിപ്പാറയിൽ സുരേഷ് എന്ന ആളുടെ വീട്ടിൽ നിന്ന് കൂടുതൽ സ്ഫോടക വസ്തുക്കൾ പിടികൂടി. സുരേഷ് RSS BJP പ്രവർത്തകനെന്ന് CPM-ഉം കോൺഗ്രസും ആരോപിച്ചു. ഒരു ബന്ധവുമില്ലെന്ന് BJP-യും വ്യക്തമാക്കി. വ്യാസവിദ്യാപീഠം സ്കൂൾ വളപ്പിൽ നിന്ന് ഉഗ്ര സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട പരിശോധനയിലാണ് കണ്ടെത്തൽ. യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് മർദ്ദിച്ച സംഭവം. പ്രതികരണവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ച സംഭവത്തിൽ പ്രതികരണവുമായി മുൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനും MLA-യുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ. പ്രസ്ഥാനത്തിനും ഈ നാടിനും വേണ്ടി നിരവധി യൂത്ത് കോൺഗ്രസുകാരാണ് ഇക്കാലയളവിൽ പോലീസിന്റെ ക്രൂരമർദ്ദനങ്ങൾക്ക് ഇരയായതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. അതിലെ ഏറ്റവും ക്രൂരമായ അനുഭവമാണ് ചൊവ്വന്നൂർ മണ്ഡല പ്രസിഡന്റ് സുജിത്ത് നേരിടേണ്ടി വന്നത്. സുജിത്തിനെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷം കള്ളക്കേസിൽ കുടുക്കാനും ശ്രമിച്ചു. നീണ്ട 2 വർഷത്തെ പോരാട്ടത്തിന്റെ ഭാഗമായാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. സുജിത്തിന്റെ പോരാട്ടത്തിന് ഈ നാട് പിന്തുണ കൊടുക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചു. വിവാദങ്ങൾക്കിടെ ഏറെ ദിവസത്തെ നിശബ്ദതയ്ക്ക് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിക്കുന്നത്. താൽക്കാലിക ജീവനക്കാരി ബാങ്കിനുള്ളിൽ ജീവനൊടുക്കിയ നിലയിൽ. എറണാകുളം പെരുമ്പാവൂർ കൂവപ്പടി സർവീസ് സഹകരണ ബാങ്കിൽ താൽക്കാലിക ജീവനക്കാരി തൂങ്ങി മരിച്ച നിലയിൽ. കുറിച്ചിലക്കോട് സ്വദേശിനി അശ്വതിയാണ് മരിച്ചത്. 30 വയസ്സായിരുന്നു. ഇന്ന് വൈകിട്ട് 4 മണിയോടെയായിരുന്നു സംഭവം. ബാങ്കിന്റെ ഭാഗമായുള്ള ജനസേവന കേന്ദ്രത്തിലെ താൽക്കാലിക ജീവനക്കാരിയാണിവർ. ബാങ്കിലെ മുകൾ നിലയിലുള്ള കോൺഫറൻസ് ഹാളിലെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വീട്ടിലെ സാമ്പത്തിക പ്രശ്നമാണ് മരണകാരണമെന്നാണ് സംശയം. മൃതദേഹം പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി.
പ്രധാനമന്ത്രിയുടെ അമ്മയ്ക്കെതിരായ അസഭ്യ മുദ്രാവാക്യത്തിൽ പ്രതിഷേധം, നാളെ ബന്ദ്. രാഹുൽ ഗാന്ധി നയിച്ച വോട്ടർ അധികാർ യാത്രയ്ക്കിടെ ബീഹാറിൽ ഉയർന്ന അസഭ്യ മുദ്രാവാക്യത്തിൽ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും മാപ്പ് പറയണമെന്നാണ് ആവശ്യം. ഇതിന്റെ ഭാഗമായി നാളെ ബീഹാറിൽ NDA ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഇതുവരെ വിഷയത്തിൽ പ്രതികരിക്കാത്തത് ആയുധമാക്കിയാണ് BJP പ്രതിഷേധം കനപ്പിക്കുന്നത്.